ഗുരുതര ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു കോൺഗ്രസ്. സെപ്റ്റംബർ 15-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ രാഹുലിന്റെ സ്ഥാനം എവിടെയായിരിക്കും? സഭയിൽ രാഹുൽ എവിടെയിരിക്കും? അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ പാർലമെന്ററി അംഗത്വത്തിൽ നിന്ന് മാറുന്നതോടെ സ്വതന്ത്ര അംഗമായി മാറുകയാണ്. അതായത് സഭയിൽ 1 മിനിറ്റിൽ കൂടുതൽ പ്രസംഗിക്കാൻ കഴിയില്ല. പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയുടെയോ പാർലമെന്ററി പാർട്ടി നേതാവിന്റെയോ കത്ത് സ്പീക്കർക്ക് ലഭിക്കുന്നതോടെ സ്വതന്ത്ര അംഗമെന്ന നിലയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ മാറാൻ പോവുകയാണ്. അടുത്ത മാസം, അതായത് സെപ്റ്റംബർ 15-ാം തീയതി തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കെടുക്കാം. പക്ഷേ ആ പങ്കെടുക്കുന്നതിന് തടസ്സമില്ലെങ്കിലും സഭാ നടപടികളിൽ രാഹുലിന്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് നാമമാത്രമായിരിക്കും. അതായത് സഭയിൽ 1 മിനിറ്റിൽ കൂടുതൽ പ്രസംഗിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി കഴിയില്ല. സഭാ നടപടികളുടെ ഭാഗമായ ചോദ്യോത്തരവേള, സബ്മിഷൻ, ശ്രദ്ധ ക്ഷണിക്കൽ ബില്ലുകളുടെ ചർച്ച, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി രേഖപ്പെടുത്തൽ, ഈ നടപടിക്രമങ്ങളിൽ രാഹുലിന് പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ എംഎൽഎമാർക്കുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ രാഹുലിന് കൈപ്പറ്റാം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങൾ സഭയിൽ ഉയർത്താനുള്ള എല്ലാ അവസരവും രാഹുലിന് ഇതോടെ നഷ്ടമാകും. തത്വത്തിൽ ഇതിന്റെ നഷ്ടം രാഹുൽ മാങ്കൂട്ടത്തിനല്ല, പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾക്കായിരിക്കും. അടുത്തതാണ് പ്രധാനം. നിയമസഭാ സമിതികളിൽ നിന്ന് രാഹുലിനെ നീക്കാനും സാധിക്കും. അതും രാഹുലിന് അടുത്ത ഒരു പ്രഹരമായി മാറാൻ പോവുകയാണ്. ഇനി കോൺഗ്രസിന്റെ വിപ്പ് കൊടുക്കുമല്ലോ വിഷയങ്ങളിൽ. ആ വിപ്പ് രാഹുലിന് ബാധകമാകില്ല. കാരണം കോൺഗ്രസിന്റെ ഭാഗമല്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ. അടുത്തതാണ് കസേര. ഈ കസേര മാറുമോ? രാഹുലിന്റെ ഇരിപ്പിടം UDF ബ്ലോക്കിൽ നിന്ന് സ്പീക്കർ മാറ്റി പ്രത്യേക ബ്ലോക്കാക്കും. പ്രത്യേക ബ്ലോക്കിലേക്ക് മാറുന്നതോടെ സഭയിൽ സ്വതന്ത്ര അംഗം എന്ന പരിഗണന മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കൂ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത. അപ്പോൾ നമുക്ക് അതിലെന്താണ് സംഭവിക്കുക എന്നറിയാൻ കാത്തിരിക്കാം. സസ്പെൻഷൻ എന്ന് പറയുന്നത് 6 മാസമെന്നൊന്നും പറഞ്ഞിട്ടില്ല. നിലവിൽ 1 മാസം മാത്രമുള്ള ഒരു സസ്പെൻഷനാണ്. അതിനുള്ളിൽ തന്റെ ഭാഗത്തെ തെറ്റുതിരുത്തി തിരിച്ചു വരാനായിട്ടുള്ള ഒരു ഡോർ അവിടെ ഓപ്പൺ ആണോ എന്ന കാര്യവും നമ്മുടെ മുന്നിലുണ്ട്.